എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി കുക്ക് വിത്ത് റിനിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. ഒത്തിരി പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്സ് എന്നൊരു റെസിപ്പി ആയിരുന്നു അത്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, പുലാവ്, ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. 1 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ഈ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. സാധാരണ നമ്മൾ സവോളയൊക്കെ വഴറ്റി ചിക്കൻ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമ്മളിവിടെ ഇതിലേക്ക് ചേർക്കേണ്ട സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചിക്കനിലേക്ക് ചേർത്ത് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സവോള നീളത്തിൽ അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു 10 പച്ചമുളക് ചതച്ചതാണ്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ളതാണെങ്കിൽ 7-8 പച്ചമുളകൊക്കെ മതിയാവും. ഇനി വേണ്ടുന്നത് 2 വലിയ തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. മീഡിയം തക്കാളി ആണെങ്കിൽ ഒരു 3 വരെയൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.25 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ടേബിൾ സ്പൂൺ ആണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇത്രയും മാത്രം ചേർത്തിട്ടുള്ള ഗരം മസാലയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ ചിക്കനിലേക്കൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ചിക്കനിലേക്ക് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചു നേരം ഇതൊന്ന് മാറ്റി വയ്ക്കാം. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോളം നേരം ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റ് ഒക്കെ വെച്ചാലും മതി. ഏകദേശം 1 മണിക്കൂറോളം ഞാനിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അത് കൂടാതെയാണ് നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു മൂടി വെച്ച് അടച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വേഗം വെന്ത് കിട്ടും. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 തവണ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലെ ചിക്കൻ കഷ്ണങ്ങൾ മാത്രം എടുത്ത് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് ഒരു സെമി ഫ്രൈ ആക്കി എടുക്കണം. നന്നായിട്ട് അങ്ങ് മൊരിയണം എന്നില്ല, ഒരു പകുതി മൂപ്പിച്ച് എടുത്താൽ മതി. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ വേവിച്ചെടുത്ത ചിക്കൻ മുഴുവൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ ചിക്കൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച ഗ്രേവി ബാക്കിയുണ്ടല്ലോ, ആ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവി ഇനി ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വരണ്ട് നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇത് നന്നായിട്ട് തിളച്ച് നല്ല തിക്കായിട്ട് വരുന്നതാണ് നമ്മുടെ ആ ചിക്കൻ റോസ്റ്റിന്റെ പരുവം. ഇപ്പൊ കണ്ടോ, ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്.
ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്കൊക്കെ ആ മസാല നന്നായിട്ട് കോട്ട് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ഇതുപോലെ അടുപ്പിൽ തന്നെ വെച്ചേക്കുക. അപ്പോഴേക്കും ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കോട്ടായി കിട്ടും. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരല്പം ഗരം മസാല കൂടി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നോക്കിയാൽ അറിയാം നമ്മുടെ ചിക്കനൊക്കെ ഗ്രേവിയിലേക്ക് നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. എത്ര നേരം നമ്മൾ എണ്ണയിലിട്ട് ഇതുപോലെ വരട്ടിയെടുക്കുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ചിക്കൻ. ഇതിപ്പോൾ ഇരുമ്പിന്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് കൂടി ചിക്കന് നല്ലൊരു ഡാർക്ക് കളറും വരും. ഇതിപ്പം നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കുമെങ്കിലും അവസാനം കറിയുടെ ടേസ്റ്റ് നോക്കുമ്പോൾ എന്താണെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പം അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും എന്നെ അറിയിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.